NSEയിലെ ആദ്യത്തെ 100 കമ്പനികളാണ് ലാർജ് ക്യാപ്പ്. പിന്നീട് വരുന്ന 150 കമ്പനികളാണ് മിഡ് ക്യാപ്പ്. തുടർന്ന് വരുന്ന 250 കമ്പനികളാണ് സ്മാൾ ക്യാപ്പ്. ഈ NSE 500 കമ്പനിയിലേക്ക് നോക്കുമ്പോൾ 430ലധികം കമ്പനികൾ 200 മൂവിംഗ് ആവറേജ് പ്രകാരം ഓവർ വാല്യുവേഷനിലാണ്. ഇത് പ്രകാരം തന്നെ നിഫ്റ്റി 50യിൽ 45 കമ്പനികളും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ 200 മൂവിംഗ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് പ്രൈസ് കഴിഞ്ഞ 200 ദിവസം എങ്ങനെയാണെന്ന് നോക്കി നിലവിലെ പ്രൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വില അതിനേക്കാൾ ഉയരത്തിലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓവർ ബോട്ട് പൊസിഷൻ എന്നാണ്. നോർമൽ കേസിൽ 70 ആണെങ്കിൽ ഓവർ ബോട്ട് പൊസിഷൻ എന്ന് പറയും, 30 ആണെങ്കിൽ ഓവർ സോൾഡ് പൊസിഷൻ എന്നും പറയും. ഓവർ സോൾഡ് പൊസിഷൻ എന്ന രീതിയിലാണ് ഇൻഡിക്കേഷൻ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ പേര് ആ വിലയിൽ വാങ്ങാൻ ആരംഭിക്കും. 70 ആണെങ്കിൽ ഓവർ ബോട്ട് പൊസിഷൻ എന്നാണ് പറയുക. അവിടെ ഇനി വാങ്ങുന്നത് ഡേഞ്ചർ ആണ് എന്ന ഒരു കോഷനാണ് രൂപപ്പെടുക. അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നത് ഒരുപാട് പേര് ചെറുതായി കുറയ്ക്കാൻ അത് ആരംഭിക്കും. ഇത്തരത്തിലാണ് ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് പരിശോധിക്കുന്നത്. ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ 200 മൂവിംഗ് ആവറേജ് കൂടുതൽ പേരും വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റ പാസ്റ്റ് ഡാറ്റകളെ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മിഡ് ക്യാപ്പിലും സ്മാൾ ക്യാപ്പിലും ലാർജ് ക്യാപ്പിലുള്ള ഈ റാലി എത്രത്തോളം കാലം തുടരും എന്നുള്ള ഒരു ആശങ്ക പല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇനി എന്ത് ചെയ്യണം എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടെത്തേണ്ട ഉത്തരമാണ്. നിലവിലെ റാലി എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഓവർ ഹീറ്റഡ് മാർക്കറ്റ് എന്നാണ് ഓവർ വാല്യുവേഷൻ ആയിട്ടുള്ള മാർക്കറ്റിനെ പറയുക. നിലവിലെ ഈ സ്ഥിതി മുൻപ് 3-4 തവണ വന്നിട്ടുള്ളതാണ്. 2008-ലും 2013-14-ലും 2019-ലും റാലി അവസാനിക്കുകയും കൺസോൾട്ടേഷൻ ബെയറിഷ് മോഡിലേക്ക് മാർക്കറ്റ് മാറുകയും ചെയ്തിട്ടുണ്ട്. 2019 കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് പുതിയ തീരുമാനങ്ങൾ വരാൻ തുടങ്ങിയ കാലത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട്. തുടർന്ന് 2020 പാൻഡമിക് കാലത്ത് മാർച്ച് ജൂൺ മാസങ്ങളിൽ മാർക്കറ്റ് ഓവർ ഹീറ്റഡ് ആയിട്ട് വലിയ രീതിയിൽ ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 19-22 മാസം വരെ മാർക്കറ്റ് ഓവർ ഹീറ്റഡ് ആയിരുന്നു. അന്ന് ഒട്ടുമിക്ക സ്റ്റോക്കിൻ്റെയും മാർക്കറ്റ് പ്രൈസ് 200 മൂവിംഗ് ആവറേജിനേക്കാൾ കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ ഓവർ വാല്യുവേഷൻ റാലി തുടങ്ങിയത് 2023 മാർച്ചിലാണ്. ഏകദേശം 15 മാസത്തോളമായി തുടരുന്ന ഈ റാലി പഴയ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ 19 മുതൽ 22 മാസം വരെയാണ് ഇത്തരത്തിലുള്ള റാലി തുടരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി 4 മാസത്തോളം ഏറ്റവും ചുരുങ്ങിയത് ഈ റാലി തുടരും എന്നുള്ളതാണ്. ഇനി എപ്പോൾ കറക്ഷൻ വന്നാലും തിരിച്ച് ബൗൺസ് ബാക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള സംശയിക്കേണ്ട ആവശ്യമില്ല. അതായത് ബഡ്ജറ്റിലെ മാർക്കറ്റിന് അനിഷ്ടകരമായ തീരുമാനങ്ങൾ എടുത്താൽ പോലും അപ്പോൾ ചെറിയൊരു കറക്ഷൻ ഉറപ്പായിട്ടും വരും. അത് തിരിച്ച് മാർക്കറ്റ് കയറുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറും എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ്. നിലവിലെ മന്ത്ലി SIP കോൺട്രിബ്യൂഷൻ 20,000 കോടിയിൽ നിന്നും 21,000 കോടിയിലേക്ക് ഈ മാസത്തോടു കൂടി കടന്നിട്ടുണ്ട്. ശരാശരി ഒരു വർഷം 2.5 ലക്ഷം കോടി രൂപയോളം SIP മൂലം മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ആവറേജ് കോൺട്രിബ്യൂഷൻ 3,000 രൂപയിലും താഴെയാണ്. അതായത് 3,000 രൂപയാണ് കൂടുതൽ പേർക്കും SIP ചെയ്യാൻ സാധിക്കുന്ന തുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരാണ് മാർക്കറ്റിനെ തീരുമാനിക്കുന്നത്. അതായത് 3,000 രൂപയിൽ താഴെ വരുന്ന പണം SIP ആയി മാർക്കറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകളെക്കാൾ എത്രയോ കൂടുതലാണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് SIP ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ പാനിക് ആയാൽ പോലും ഈ ചെറിയ രീതിയിലുള്ള SIP ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്കറ്റിൽ തുടരുക തന്നെ ചെയ്യും. മാർക്കറ്റ് കറക്ഷൻ സംഭവിക്കുകയോ കാര്യപ്പെട്ട രീതിയിൽ ബെയറിഷ് ട്രെൻഡിലേക്ക് പോവുകയോ ചെയ്താൽ പോലും 3,000 രൂപ SIP ചെയ്യുന്നവർക്ക് വലിയ ലോസ് ഉണ്ടാകില്ല. ഇത്തരം ആളുകൾ 3,000 അല്ല എന്ന് കരുതി പിന്നീടുള്ള മാസവും SIP തുടരും. നിലവിലെ SIPയിലുള്ള ഗ്രോത്തിൻ്റെ കാരണവും ഇതുതന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ജനകീയമായി വളരുന്ന മാർക്കറ്റിൽ
ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രത്തോളം ആ മാർക്കറ്റിന് സ്ട്രെങ്ത് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ചെറിയ എമൗണ്ടാണ് SIP ആവറേജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റിലെ ലോസ് അവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയൊരു പ്രശ്നമായിട്ട് ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോസ് വന്നാലും അവർക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. കറക്ഷൻസ് ഒരു ടെമ്പററി പീരിയഡിൽ ആണ് ഉണ്ടാകുക. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ 3 വർഷം നീണ്ടു നിന്നിട്ടുള്ള ബിയറിഷ് ട്രെൻഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബുൾ മാർക്കറ്റ് 3 വർഷത്തിലും താഴെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു 22 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ബുൾ മാർക്കറ്റുകളെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ അടുത്ത കാലത്തെ കണക്കുകൾ നോക്കുമ്പോൾ ബിയർ മാർക്കറ്റ് വളരെ കുറഞ്ഞ മാസങ്ങളിലേക്കോ അല്ലെങ്കിൽ ദിവസങ്ങളിലേക്കോ ചുരുങ്ങുന്നതായിട്ടും ബുള്ളിഷ് മാർക്കറ്റ് ലോങ് ആയിട്ട് 1 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്നതായിട്ടും 1.5-2 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ട്രെൻഡുകളാണ് കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് റീറ്റെയിൽ പാർട്ടിസിപ്പൻസിൻ്റെ അളവ് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. DIISന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നത് SIP രൂപത്തിൽ റീറ്റെയിലേഴ്സ് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. ഈ പറഞ്ഞ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചെറിയൊരു സംശയത്തിനിട വരാം. ആവറേജ് 3000 രൂപ ആണെങ്കിലും ഓരോരുത്തരുടെയും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് 3000 കൂടുതലാണെങ്കിൽ അത്തരം വ്യക്തികൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ലോസ് വരുന്നത് കാരണം മാർക്കറ്റ് വിട്ടുപോവുകയോ എന്നതിവിടെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ജനകീയമല്ലാത്ത മുൻകാല ഇന്ത്യൻ മാർക്കറ്റിൽ 5% കറക്ഷൻ വരുമ്പോൾ തന്നെ മാർക്കറ്റിൽ നിന്ന് വിട്ടുപോകുന്നവർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഈ കാര്യത്തിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിലാണ് മൂവ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ക്ലിയറായിട്ട് അറിയാം. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഒരുപാട് ഡാറ്റകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിലാണ് മുന്നേറുക എന്നുള്ളത് ഇത്തരം ആളുകൾക്ക് അറിയാം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ 3000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് SIP ആയിട്ട് ശരാശരി ചെയ്യുന്ന വോളിയം ഓഫ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ തുടരുക തന്നെ ചെയ്യും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൻ്റെ പുതിയ ഉയരങ്ങൾ താണ്ടാൻ വേണ്ടി വളരുക തന്നെ ചെയ്യും.